ഇവിടെ ഒരു വൃദ്ധ ദമ്പതികൾക്ക് വിചിത്രമായ ഒരു കുരങ്ങന്റെ കൈപ്പത്തി ലഭിക്കുകയാണ്. 3 ആഗ്രഹങ്ങൾ നിറവേറാൻ കഴിവുള്ള ഒന്നായിരുന്നു അത്. അങ്ങനെ വൃദ്ധയായ സ്ത്രീ വലിയൊരു സമ്പത്ത് ലഭിക്കണമെന്ന് ആദ്യമായി ആഗ്രഹിച്ചു. വിരൽ മടങ്ങുകയും ആഗ്രഹം സഫലമാവുകയും ചെയ്തു. 10 ദിവസങ്ങൾക്കുള്ളിൽ അവർ സ്റ്റെയർകേസിൽ നിന്ന് വീണ് മരിക്കുകയാണ്. മരണാന്തരം ഇൻഷുറൻസ് തുകയായി വലിയൊരു തുക ഭർത്താവിന് ലഭിക്കുന്നു. പണം കിട്ടിയെങ്കിലും പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെട്ട ആ വൃദ്ധൻ തകർന്നുപോയി. ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞ് പിറ്റേന്ന് സങ്കടം സഹിക്കാനാവാതെ അദ്ദേഹം രണ്ടാമത്തെ ആഗ്രഹം ചോദിച്ചു. എന്റെ ഭാര്യയ്ക്ക് വീണ്ടും ജീവൻ ലഭിക്കണം. പെട്ടെന്ന് വിളക്കുകൾ അണഞ്ഞു. തന്റെ ഭാര്യ തന്നെ വിളിക്കുന്നത് അദ്ദേഹം കേൾക്കുകയാണ്. പക്ഷേ ആഴ്ചകൾക്ക് ശേഷം മാത്രമാണ് അദ്ദേഹം ഒരു കാര്യം ഓർത്തത്. അവളെ പെട്ടിയിലാക്കി ആണിയടിച്ചുറപ്പിച്ചാണ് അടക്കം ചെയ്തത്. അദ്ദേഹം സെമിത്തേരിയിലേക്ക് ഓടിച്ചെന്നു. കല്ലറ കുഴിച്ചു നോക്കിയപ്പോൾ ശവപ്പെട്ടിക്കുള്ളിൽ നിന്ന് ആരോ തട്ടുന്ന ശബ്ദം കേൾക്കുന്നു. പെട്ടി തുറന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ദ്രവിച്ചു തുടങ്ങിയ തന്റെ ഭാര്യയുടെ ഭീകരമായ രൂപമാണ്. പേടിച്ചുപോയ അദ്ദേഹം അവളെ തള്ളിമാറ്റി കല്ലറയ്ക്ക് പുറത്തേക്ക് ഓടുന്നു. അവൾ ഒരു സോംബിയായി മാറിയിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം തന്റെ അടുത്ത ആഗ്രഹം പറയുകയാണ്. അവൾക്ക് വീണ്ടും മരണം സംഭവിക്കട്ടെ എന്ന്. അവസാനം ജീവിതം അടുത്ത വൃദ്ധൻ തന്റെ മരണം ആഗ്രഹിക്കുന്നു. ആ സമയം അവിടെ എത്തിയ ഒരു കൊലയാളിയിലൂടെ അദ്ദേഹം തന്റെ മരണം മരിച്ചു. മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ആ കൈപ്പത്തി അവൾക്ക് നൽകുന്നു. കൈപ്പത്തി ലഭിച്ച ആ സ്ത്രീ തന്റെ മരിച്ച ഭർത്താവിനെ തിരികെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അവൾ പേര് കൃത്യമായി പറയാത്തതിനാൽ മോർച്ചറിയിലുണ്ടായിരുന്ന എല്ലാ ശവങ്ങളും ജീവൻ വെച്ച് എഴുന്നേൽക്കാൻ തുടങ്ങുന്നു.